കടിയേറ്റ 1.5 വയസ്സുകാരൻ മരിച്ചു. പാമ്പ് കടിച്ചതിനെ പറ്റിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കടി കൂടി വരികയാണല്ലോ, പ്രത്യേകിച്ച് സ്കൂളിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. പാമ്പ് കടീനെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ച പാമ്പ് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്നുള്ള ആദ്യം തിരിച്ചറിയലാണ്. വിഷമുള്ള പാമ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷപ്പല്ലുകളുടെ അടയാളങ്ങളുണ്ടാവും, കൂർത്ത 2 അടയാളങ്ങൾ, ആഴത്തിലുള്ള 2 അടയാളങ്ങളുണ്ടാവും. വിഷമില്ലാത്ത പാമ്പാണെന്നുണ്ടെങ്കിൽ ചെറിയ പല്ലുകളോടുകൂടി യു ഷേപ്പിലുള്ള ഒരു അടയാളമാണ് ഉണ്ടാവുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടിച്ച ഭാഗത്ത് സക്ക് ചെയ്യുക, ചോര വലിച്ചെടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാനേ നിൽക്കരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കടിച്ച പാമ്പിനെ കൊണ്ടു ചെന്നാലേ ചികിത്സ കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഒന്നില്ല. ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് പോളിവാലന്റ് ആന്റിവെനമാണ്. പിന്നെ പ്രധാനമായിട്ടും ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പാമ്പ് കടിച്ചതിന് മുകളിൽ തൊട്ട് മുകളിലായിട്ട് കെട്ടുക എന്നുള്ളത്. ഇപ്പം യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഇമ്മൊബിലൈസേഷൻ ടെക്നിക്കാണ്. ഇതോടൊപ്പം തന്നെ രോഗിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.